വിവേക് വിജയന ഇ.ഡി. സമൻസ്. മൗനവ്രതം ആയുധമാക്കി മുഖ്യമന്ത്രി. CPM പ്രതികരിക്കുമോ? പിണറായി വിജയന്റെ മകന് ഇ.ഡി. സമൻസ് അയച്ചതിൽ വ്യക്തത വരുത്താതെ CPM. മുഖ്യമന്ത്രിയുടെ മകന് ഇ.ഡി. സമൻസ്. കരുതലോടെ പ്രതികരിച്ചു മന്ത്രിമാർ. ഡീൽ തെളിഞ്ഞെന്ന് കോൺഗ്രസ്. ഇ.ഡി. മകനെയും മകളെയും ചോദ്യം ചെയ്താൽ മണി പോലെ എല്ലാം പുറത്തുവരും. അത് അച്ഛനറിയാമെന്ന് സ്വപ്ന സുരേഷ്. ഇ.ഡി. മകനയച്ച സമൻസ് മുഖ്യമന്ത്രി രഹസ്യമാക്കി വച്ചത് എന്തിന്? മുഖ്യമന്ത്രിയുടെ മൗനം മടിയിൽ കനമുള്ളതുകൊണ്ടോ? മറുപടി പറയണമെന്ന് VD സതീശൻ. ഇ.ഡി. സമൻസിന് എന്തുപറ്റി? BJPയും പ്രതിരോധത്തിലാണ്. ലൈഫ് മിഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേകിന് ഇ.ഡി. സമൻസ് അയച്ച വാർത്ത പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രിയും CPM നേതൃത്വവും മൗനവ്രതത്തിൽ തന്നെ. സമൻസ് വന്ന കാര്യം പിണറായി വിജയൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് വിവരം. മകൾ വീണ വിജയനെതിരായ ആരോപണവും മുഖ്യമന്ത്രി പാർട്ടിയിൽ വിശദീകരിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞ ശേഷം മാത്രം നിലപാട് പറയാമെന്ന നിലപാടിലാണ് CPM നേതൃത്വം. മന്ത്രിമാരായ KN ബാലഗോപാലും V ശിവൻകുട്ടിയും തെരഞ്ഞെടുപ്പ് കാലത്തെ വിവാദം മാത്രമായി സമൻസിനെ ചുരുക്കി. CPM BJP ഡീൽ തെളിഞ്ഞെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതേസമയം ക്ലിഫ് ഹൗസിലേക്ക് തപാലിൽ വന്ന സമൻസ് ആരും കൈപ്പറ്റിയില്ലെന്നാണ് വിവരം. അതേസമയം വിഷയം രാഷ്ട്രീയമായി കത്തിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. വിവേക് കിരൺ, സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിൽ വന്ന സമൻസ് ആരും കൈപ്പറ്റിയില്ല. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലല്ല വിവേക് താമസിക്കുന്നതെന്ന് കാട്ടിയാണ് തപാൽ കൈപ്പറ്റാതിരുന്നതെന്നാണ് സൂചന. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ.ഡി. സമൻസ് അയച്ചതിൽ വ്യക്തത വരുത്താതെ CPM. വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം തുടരുമ്പോൾ പാർട്ടി നേതൃത്വവും മിണ്ടുന്നില്ല. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇ.ഡി. സമൻസ് അയച്ചെന്ന വിവരം പുറത്തു വന്നിട്ട് 24 മണിക്കൂർ പിന്നിട്ടു. മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും ഒരുപോലെ മൗനത്തിലാണ്. സമൻസ് വന്ന കാര്യം മുഖ്യമന്ത്രി പാർട്ടിയിൽ റിപ്പോർട്ടും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ.ഡി. നോട്ടീസ് അയച്ചെന്ന വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി സ്വപ്ന സുരേഷും രംഗത്ത് വന്നിരുന്നു. പിണറായി വിജയന്റെ മകനെയും മകളെയും ഇ.ഡി. നന്നായെന്ന് ചോദ്യം ചെയ്താൽ മണി പോലെ എല്ലാം പുറത്തുവരുമെന്നാണ് സ്വപ്ന പറഞ്ഞത്. ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മകൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയത് മറച്ചുവെച്ചത് എന്തിനെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടിയില്ലാതെ മുന്നോട്ടോ? CPM സംസ്ഥാന നേതൃത്വത്തിനും ഇതേക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ വിലാസത്തിലെത്തിയ ഇ.ഡി. സമൻസ് പാർട്ടി നേതൃത്വത്തെയോ മന്ത്രിസഭയിലെ അംഗങ്ങളെയോ അറിയിക്കാതെ പിണറായി വിജയൻ രഹസ്യമാക്കി വച്ചതിൽ ദുരൂഹതയുണ്ട്. മകനെതിരായ സമൻസ് ഇ.ഡിയുടെ രാഷ്ട്രീയ വേട്ടയാണെന്ന് പിണറായി വിജയൻ പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? മടിയിൽ കനമുണ്ടായിരുന്നു. CPM BJP ബാന്ധവത്തിൽ മകനെതിരായ കേസും പിണറായി വിജയൻ ഒത്തുതീർപ്പാക്കിയോ? RSS നേതാവുമായി ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും അതേ ADGPയുടെ നേതൃത്വത്തിൽ പൂരം കലക്കിയതും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതും പ്രത്യുപകാരമായിരുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് നൽകിയത് എന്തിനെന്നും തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടെന്നും വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം ഇ.ഡിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിവേക് കിരണിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2023 അയച്ച സമൻസിൽ തുടർ നടപടി ഇല്ലാതായതോടെ BJPയും പ്രതിരോധത്തിൽ. സംസ്ഥാനത്തെ പ്രധാന BJP നേതാക്കൾ അന്വേഷിച്ച് പിന്നീട് അഭിപ്രായം പറയാം എന്നുള്ള മറുപടിയാണ് നൽകുന്നത്. മുഖ്യമന്ത്രിയെക്കുറിച്ചും മകനെക്കുറിച്ചും ഇ.ഡിയുടെ വിശദമായ അന്വേഷണം വേണമെന്നായിരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ പ്രതികരണം. സമൻസ് അയച്ച ശേഷം നടപടികൾ മരവിപ്പിച്ചോയെന്ന് ഇ.ഡിയുടെ മറുപടി വരട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. BJPയും CPMും തമ്മിലുള്ള ഒത്തുകളി മൂലമാണ് സമൻസിലെ തുടർ നടപടി തടഞ്ഞതെന്ന ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് ആക്രമണം കടുപ്പിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ഏപ്രിൽ 16 തിരുവനന്തപുരത്തും കുന്നംകുളത്തും സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമനും BJP അധ്യക്ഷൻ JP നഡ്ഡയും സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു.